ഹസന ഉംറ സംഘം അറഫയിലാണുള്ളത്. അറഫ, മിന, മുസ്ദലിഫ ഇതെല്ലാം കാണുക, ശേഷം ജിഅറാനയിൽ പോയിക്കൊണ്ട് പരിശുദ്ധ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യമായി അറഫയിലെത്തി. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഉള്ളത് അറഫയിലാണ്. അറഫ മൈതാനത്തിന്റെ താഴ്വാരത്തിലാണ് ഇപ്പം നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ അൽ ഹജ്ജു അറഫ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ മിനയുടെ ഭാഗത്തുനിന്ന് വിശദമായി പറഞ്ഞുതരാം. ഏതായാലും ഈ അറഫ എന്ന് പറയുന്ന ഈ പവിത്രമായ ഈ താഴ്വാരത്ത് വെച്ചുകൊണ്ടായിരുന്നു മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് അവിടുത്തെ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകത്തിൽ ഇരുന്നു കൊണ്ട് ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബത്തിന് വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയിരുന്നത്. അതിന് പറഞ്ഞാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇതങ്ങ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്ത് എല്ലാവരും സന്തോഷിച്ചു. കാരണം എന്ത്, പരിശുദ്ധമാക്കപ്പെട്ട ദീനെ പൂർത്തീകരിച്ചു എന്നല്ല പറഞ്ഞത്. വളരെ സന്തോഷവാന്മാരായി. ആ സഭയിൽ നിന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കരച്ചിൽ കേൾക്കുന്നു. അങ്ങോട്ട് നോക്കിയപ്പോ കണ്ടത് സിദ്ദീഖ് തങ്ങൾ ഉപ്പാപ്പയായിരുന്നു. അങ്ങനെ സ്വഹാബത്ത് എല്ലാവരും ചോദിച്ചു സിദ്ദീഖ് തങ്ങൾ പാപ്പയോട്, എന്ത് പറ്റി, നിങ്ങള് ഹബീബായ തങ്ങള് നമ്മളെ ദീനിനെ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷിക്കാണല്ലോ, എന്തു പറ്റി തങ്ങളെ, നിങ്ങൾ വിഷമിക്കുന്നു എന്ന് ചോദിച്ചു. സിദ്ദീഖ് തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു, ഹബീബായ തങ്ങൾ ഉപ്പാപ്പാരെ നമ്മളിലേക്ക് പറഞ്ഞയച്ച് സുന്ദരമായ ദീന് തരാനാ. ആ സുന്ദരമായ ദീന് പൂർത്തിയായി എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഹബീബിന്റെ അവസാന നിമിഷം അടുത്തിരിക്കുന്നു എന്ന അതിന്റെ അർത്ഥമെന്ന് സിദ്ദീഖ് തങ്ങൾ ഉപ്പാപ്പ സ്വഹാബത്തിനോട് പറഞ്ഞു. ചോദിച്ചു സ്വഹാബത്ത് ഹബീബായ തങ്ങൾ ഉപ്പാപ്പയോട് ചോദിച്ചു, ഈ പറഞ്ഞതെല്ലാം ശരിയാണോ? മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു നഅം എന്നങ്ങ് പറയേണ്ട നിമിഷം സ്വഹാബത്തൊക്കെ അവിടെ നിന്ന് കൊണ്ട് ആകെ കണ്ണീരിലായി പോയി എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയേ കാണാം. ആ ഒരു സംഭവം നടന്നൊരു സ്ഥലമാണ് ഈ കാണുന്ന അറഫയുടെ താഴ്വാരം. ചിലർ പറയും അറഫന്റെ ജബൽ, ആ മലന്റെ മുകളിലേക്ക് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയതില്ല കേട്ടാ. അറഫയുടെ താഴ്വാരത്തിലായിരുന്നു ഖസ്വ എന്ന് പറയുന്ന ഒട്ടകത്തിൽ ഹബീബായ തങ്ങളുപ്പാപ്പ ഇരുന്നു കൊണ്ട് പ്രഭാഷണം നടത്തിയിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഭവം നടന്ന സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം. അതുപോലെ തന്നെയാണ് ഹജ്ജിന്റെ സമയത്ത് ലക്ഷോപലക്ഷം ജനങ്ങൾ ഇങ്ങനെ എല്ലാവരും ഒരേ നാമത്തിൽ ഒരേ സ്വരത്തിൽ എല്ലാ രാജ്യക്കാരും പലവിധ രാജ്യക്കാർ പല സ്വഭാവക്കാർ എല്ലാവരും ഒരേ സ്വരത്തിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്നിങ്ങനെ ചൊല്ലി വരുന്നത് കാണുമ്പോ മലായിക്കത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖ്ർ പറയുമത്രേ. എന്താ പറയാ, കണ്ടോ മലായിക്ക, എന്റെ സജ്ജനങ്ങളായ അടിമകൾ, അന്ന് അവരെ ഞാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്തിനാ അല്ലാഹ് ഇങ്ങനെ മനുഷ്യന്മാരെ ഉണ്ടാക്കുന്ന ചോദിച്ചില്ലേ? ആ സജ്ജനങ്ങളായ അടിമകളാണ് എല്ലാ രാജ്യക്കാരും ഒരേ വസ്ത്രത്തിൽ, അതായത് തൂവള്ള വസ്ത്രത്തിൽ ഒരേ സ്വരത്തിൽ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തോട് ഫഖ്ർ പറയും എന്നും ഈ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞതായി കാണാം ഹജ്ജിന്റെ സമയത്ത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹജ്ജിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാം പൊറുക്കപ്പെടുന്നു പറയുന്നത്. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ അറഫയിൽ പങ്കെടുത്തവർക്ക് പൊറുത്തു കൊടുക്കണേ. അങ്ങനെ സ്വഹാബത്ത് എല്ലാവരും ആമീൻ പറഞ്ഞു. മുത്തായ തങ്ങൾ പാപ്പ സ്വഹാബത്ത് മുത്തിനോട് ചോദിച്ചു, അല്ലയോ നബിയെ, ഇത് നമുക്ക് മാത്രമാണോ? അന്ന് സ്വഹാബത്ത് മാത്രമേ ഉള്ളൂ. അപ്പോ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ അറഫയിൽ പങ്കെടുക്കുന്നുണ്ടോ, ഹജ്ജാണ് ഉദ്ദേശിക്കുന്നത്, അറഫയിൽ പങ്കെടുക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഹജ്ജോ ഉംറയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സംശുദ്ധമായി മാറും. അപ്പം ഈ സ്ഥലത്ത് അറഫ എന്ന് പറഞ്ഞതിന്റെ രണ്ട് കാര്യങ്ങളാണ്. ഇനി അറഫ എന്നുള്ള പേര് വരാൻ കാരണം ആദിമ മനുഷ്യനാകുന്ന നമ്മുടെയൊക്കെ വെല്ലിപ്പയാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി. നമ്മൾ എല്ലാവരും കേട്ടല്ലേ? അങ്ങനെ വെല്ലിപ്പാന്റെ കൂടെ ആരിറങ്ങി? വെല്ലിമാനെ ഇറക്കില്ലേ? അങ്ങനെ വെല്ലിമയും ഭൂമിയിലേക്ക് ഇറങ്ങി. രണ്ടു പേരിറക്കി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശ്രീലങ്കയിലെ സിലോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറക്കിയത്, നമ്മുടെ അടുത്താ. അതുപോലെ തന്നെ ഹവ്വ ഉമ്മയെ ഇറക്കിയത് എവിടെയായിരുന്നു? ഇറക്കിയറിയോ? ജിദ്ദയിലെ. അപ്പോ ജിദ്ദയിലായിരുന്നു ഹവ്വ ഉമ്മയെ ഇറക്കിയത്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ ഉമ്മയും ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ഭൂമിയിലത്ത് വേറെ ഒരു മനുഷ്യനൊന്നുമില്ല.
ആ കാലത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമി ലോകത്ത് വന്ന് ഇങ്ങനെ നടന്ന് ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു മനുഷ്യനും മഖ്ലൂഖില്ല. അങ്ങനെ നടന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറഫ എന്ന് പറയുന്ന ഈ പവിത്രമായ താഴ്വാരം വരെ എത്തി. ഒരു ദിവസത്തെ വിഷയമല്ല പറയുന്നത്, കാലങ്ങളെ കൊണ്ട് എത്തി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം റെസ്റ്റ് എടുക്കാൻ അവിടെ ക്ഷീണം കൊണ്ട്. അങ്ങനെ റെസ്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞ് പിന്നെ കണ്ണു തുറന്നു നോക്കുമ്പോ പെട്ടെന്ന് ആരെ കണ്ടുമുട്ടി? ഹവ്വ ഉമ്മയെ കണ്ടുമുട്ടി. അവർ സ്വർഗത്തിൽ ഇറങ്ങി കാലങ്ങൾക്ക് ശേഷം അവർ തമ്മിൽ കണ്ടുമുട്ടിയ ഒരു ഇടം കൂടെയാണ് ഈ കാണുന്ന അറഫ താഴ്വാരം. ഇത് ഇന്ന സ്ഥലം എന്നല്ല, ഈ താഴ്വാരട്ട, അല്ല മൈന്യൂട്ട് പോയിന്റ് പറയാൻ എവിടെ രേഖപ്പെടുത്തിയിരുന്നില്ല. ഏതായാലും അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് അറഫ അറിയുന്നുള്ള ആ വാക്കുകൊണ്ട് വരാൻ കാരണട്ടാ. അതുപോലെ തന്നെയാണ് ഈ അറഫയിലുള്ള മലയാണ് ആ കാണുന്ന ജബലുർ റഹ്മ എന്ന് പറയുന്ന മല. അപ്പൊ ഒരുപാട് റഹ്മത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഹജ്ജിന് വരുന്നവർക്ക് ദുആനക്ക് ഇജാബത്തുള്ളല്ലേ, വലിയ പവിത്രതയുള്ളല്ലേ. അതുകൊണ്ട് ഒരുപാട് റഹ്മത്തുകൾ ഇറക്കുന്ന ഒരു ഇടമായത് കൊണ്ട് തന്നെയാണ് ആ മലക്ക് ജബലുർ റഹ്മ എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച എല്ലാ വർഷവും ഇവിടെ വരുന്ന ലക്ഷോപലക്ഷം ഹാജിമാരൊക്കെ അറഫ എന്ന് പറയുന്ന ഈ താഴ്വാരത്ത് എത്തിപ്പെടാറുണ്ട്. അപ്പൊ അത്ര പവിത്രതയുള്ള വലിയ മഹത്വമുള്ള പുണ്യമാക്കപ്പെട്ട മണ്ണിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ വന്നതും കണ്ടതും കേട്ടതുമെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ഈ കമ്പിക്കൂടിലേക്ക് എല്ലാവരും നോക്കൂ. ഇവിടെ കമ്പിക്കൂടുണ്ടോ? കണ്ടില്ലേ? ആ കമ്പിക്കൂടിനകത്ത് എന്തുണ്ട് പറയൂ ഹബീബി, എന്തുണ്ട്? ആ കമ്പിക്കൂടിനകത്ത് ഒരു കിണറുണ്ട്, മോട്ടോർ ഷെഡ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പോ ഐന് സുബൈദ എന്ന് പറയുന്ന സുബൈദ കനാലുണ്ട്. ആ കനാലിന്റെ ഒരു എൻഡാണ് അവിടെ. ഇൻഷാ അല്ലാഹ് തിരിച്ചു പോകുമ്പോൾ ഞാൻ അതിന്റെ ബാക്കി ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ സുബൈദ റാണി ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് ഈ അറഫയിലേക്ക് വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമായിരുന്നു. അന്ന് കാലത്ത് അവര് ഇങ്ങോട്ട് നമ്മളെ തോയിഫിൽ പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് കനാല് കാണും. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് അവർ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് 7000 കിലോ സ്വർണം അവര് ഹദിയ ചെയ്തുകൊണ്ട്, സ്വതത്തയിലെ ഏറ്റവും വലിയ സ്വതത്തയായിരുന്നു അവർ ചെയ്ത്. ആ 7000 കിലോ സ്വർണം ഹദിയ ചെയ്തുകൊണ്ട് അന്ന് അറഫയിലേക്ക് വെള്ളം കൊണ്ടുവരാണ്ട് നിർമ്മിച്ചിരുന്ന ഒരു പാതയുണ്ട്. പോകുമ്പോ ഞാൻ ആ വഴി കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി മനസ്സിലാവും. ഏതായാലും നമ്മുടെ നാട്ടിലെ ഇതല്ലേ, നമ്മളെ അരുവി, നമ്മളെ ഈ തോട്ടത്തിൽ സംഗതി ഉണ്ടാവില്ലേ, എന്തോ ചോലോ കുളോ, ഞാൻ ഉദ്ദേശം എന്താ അറിയോ, ആ ചാല്. ഞാൻ വേണ്ട വെള്ളം ഇങ്ങനെ ഫുള്ള് റൂട്ടാക്കി കൊടുക്കല്ലോ. ആ സംഗതി അത് നിർമ്മിച്ചതിന്റെ എൻഡ് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് പോകുമ്പോ ഞാൻ അന്ന് നിർമ്മിച്ചതിന്റെ ബാക്കി ഇപ്പോൾ അവിടെ ഉണ്ട്, പോകുന്ന വഴിയുണ്ട്, അവിടെ നിന്ന് കാണിച്ചിട്ടാ. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവമാണ് അവിടെ ഉള്ളത്. ഇനി ജബലുർ റഹ്മയുടെ മുകളിലേക്ക് കയറാൻ താല്പര്യം എല്ലാവർക്കും കയറാം. ഒരാളാണെങ്കിൽ നമ്മൾ കയറും, ഒരാളില്ലെങ്കിൽ നമ്മൾ കയറില്ല. ഞാനായിട്ട് വെറുതെ കയറണ്ടല്ലോ. അപ്പൊ താല്പര്യം കയറാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായിട്ട് ദ്വാരന്നിട്ട് കഴിയുന്നവർ മാത്രം കയറാം. വെയിലുണ്ട് അതിന് മുകളിൽ കിട്ടാം. അതിന് മുകളിൽ കയറി ഞാനുള്ള ഗുണം എന്താ വെച്ചാൽ, അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ അറഫന്റെ മുഴുവൻ ബൗണ്ടറി കാണാം. അല്ല അത് കയറൽ പ്രത്യേക പുണ്യം. അവിടെ പല സുജൂദ് ചെയ്യണ്ട, ഒന്നും ഇല്ലാത്താണ്. അതിന് മുകളിൽ കയറാൻ നമുക്ക് എല്ലാം കാണാം. സ്വപ്നം സാഫല്യം ഒരുങ്ങം കൂടെ ഹസനാഹോളിയുടെ വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസനാഹോളിയുടെ മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം മക്ക മദീന കഅബ കണ്ട്. അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട അറഫയുടെ താഴ്വാരത്ത് ഞങ്ങൾ ജബലുർ റഹ്മയിലേക്ക് കയറിയെത്തി. ജബലുർ റഹ്മയുടെ മുകളിലെത്തി കഴിഞ്ഞാൽ പരിശുദ്ധ പരിശുദ്ധ അറഫയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ ഈ സ്തൂപത്തിൽ പലരും എഴുതുന്നു, ഉമ്മ വെക്കുന്നു, അതുപോലെ തന്നെ പേരെഴുതി വെക്കുന്നു, പല സംഭവങ്ങളും കാണാം. ഇതൊന്നും നമുക്ക് എന്താണ് അനുവദനീയമല്ല. ഇത് ഇവിടുത്തെ ഒരു അടയാളം മാത്രമായിരുന്നു. അത് ഈ സാധുക്കൾക്ക് അറിയില്ല. എന്നിട്ട് അത് കണ്ടിട്ട് നമ്മുടെ മലയാളീസ് വരെ അവിടെ പോയി ചുംബനം ചെയ്ത് ദ്വാരക്കുന്ന രംഗം നമുക്ക് കണ്ടിട്ടുണ്ട്. അള്ളാഹു കാക്കുമാറാവട്ടെ. അങ്ങനെ ഞങ്ങൾ അറഫയുടെ മുകളിൽ അറഫ ബൗണ്ടറി എല്ലാം കണ്ടതിന് ശേഷം താഴേക്ക് ഇറങ്ങി. കാണാ കാഴ്ചകൾ കാണാം, കണ്ണിറയെ കണ്ടുണരാം. ഈ കാണുന്നതാണ് മീനയിലെ ടെൻറ്റുകൾ ഒരുപാടുണ്ട്. ഹാജിമാരെല്ലാവരും താമസിക്കുന്ന ശരാശരി ഒരു ടെൻറ്റിൽ 50 പേർക്ക് വരെ താമസിക്കാൻ കഴിയുന്നു കേൾക്കാൻ കഴിഞ്ഞു. ഇതാണ് ജംറയിൽ കല്ലെറിയുന്ന സ്ഥലമാണ്. അങ്ങോട്ട് കയറുന്ന 3 ലിഫ്റ്റുകളാണിത്. ഏതായാലും മിന ടെൻറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. മിന ടെൻറ്റുകളോടെ നമ്മുടെ ഈ യാത്ര നേരെ ജിഅറാനയിലേക്കാണ് പോകുന്നത്. അപ്പൊ അത്ര ഖുർആനിൽ പറഞ്ഞ പള്ളി എന്ന് പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ ആദ്യം എത്രമാത്രം അതിന്റെ ശ്രേഷ്ഠത ഉണ്ടാവും അല്ലെ.